ഓക്കെ, അപ്പം നമ്മളിപ്പോൾ പഠിച്ച ആശയം എന്തായിരുന്നു? ആശയം നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. പറഞ്ഞു നോക്കൂ. ദ ആംഗിൾ മെയ്ഡ് ബൈ എൻ ആർക്ക് ഓൺ ഇറ്റ്സ് ഓൾട്ടർനേറ്റ് വിൽ ബി ഹാഫ് ഓഫ് ഇറ്റ്സ് സെൻട്രൽ ആംഗിൾ. ഈ ഒരു ആശയവുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളിലൂടെയാണ് ഇനി അടുത്ത യാത്ര. അപ്പോൾ പേജ് നമ്പർ 53 നോക്കൂ. ഒന്നാമത്തെ ചോദ്യം നിങ്ങൾക്ക് കാണാം. ഈ ഒന്നാമത്തെ ചോദ്യത്തിൽ ആദ്യത്തെ 2 ചോദ്യങ്ങൾ നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്ത ചിത്രങ്ങളുമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ ഈ 2 ചോദ്യങ്ങളുടെ ആൻസറുകൾ നിങ്ങൾ സ്വയം കണ്ടെത്തി എനിക്ക് അയച്ചു തരിക, ഹോംവർക്കായിട്ട് ചെയ്യുക. ഈ മൂന്നാമത്തെ ചോദ്യം ടീച്ചർ ബോർഡിൽ ചെയ്യാം. ഓക്കെ, എന്താണ് ആ ചോദ്യം? ടീച്ചർ വായിക്കാം, എൻ്റെ കൂടെ ടെക്സ്റ്റിൽ വായിക്കുക. ഇൻ ഓൾ ദ പിക്ചേഴ്സ് ഗിവൺ ബിലോ O is the center of the circle. Okay, ടീച്ചർ ഇവിടെ ഒന്നുകൂടി ക്ലിയർ ചെയ്ത് തരാം. O is the center of the circle. ഇതാണ് സെൻറ്റർ. ആൻഡ് A, B, C. നോക്കൂ, നമ്മളിങ്ങനെ ചോദ്യം പരീക്ഷയ്ക്ക് വായിക്കുമ്പോൾ ആ ചോദ്യത്തിൽ ചിത്രവും ഉണ്ടെങ്കിൽ ആ ചോദ്യത്തിൻ്റെ കൂടെ കൈ അപ്പപ്പ ആ ചിത്രത്തിൽ പോകണം. A, B, C are points on it. ക്ലിയർ ആയല്ലോ? അടുത്തത് കാൽക്കുലേറ്റ് all angles of triangle ABC. എവിടെ ട്രയാങ്കിൾ ABC? ഇതാ ട്രയാങ്കിൾ ABC. ആ ട്രയാങ്കിളത്തെ എല്ലാ ആംഗിളുകളും കണ്ടുപിടിക്കണം. ആൻഡ് ട്രയാങ്കിൾ OBC. നോക്കൂ, OBC. ഈ 3 ചിത്രങ്ങൾ തന്നിരിക്കുന്നു. 3 ചിത്രത്തിൽ നിങ്ങൾ ഒരേ വർക്കാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക. അതിനു വേണ്ടി ചോദ്യത്തിൽ തന്നിട്ടുള്ളത് ഒരു ആംഗിൾ 40 ഡിഗ്രി, ഒരു ആംഗിൾ 70 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ളൊരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പരമാവധി വലിപ്പത്തിൽ വൃത്തിയായിട്ട് നമ്മുടെ ആൻസർ പേപ്പറിലേക്ക് കോമ്പസ് ഉപയോഗിച്ച് സർക്കിൾ, അല്ലെങ്കിൽ നമുക്ക് ശീലം വരണം, കൈകൊണ്ടൊരു സർക്കിൾ വരയ്ക്കാനുള്ള ശീലം നമുക്ക് വരണം. അപ്പോഴാണ് നമുക്ക് സ്പീഡ് കുറഞ്ഞ് കിട്ടുക. സ്പീഡ് ഇതായിട്ട് കിട്ടും. അപ്പം നമുക്ക് പെട്ടെന്ന് സമയം ലാഭിക്കാനും പറ്റും. അപ്പോൾ അങ്ങനെ ഒരു സർക്കിൾ വരച്ച് ആ ചിത്രം അതേപോലെ പകർത്തി വരയ്ക്കുക. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ട്രയാങ്കിൾ ABC-യിലെയും ട്രയാങ്കിൾ OBC-യിലെയും എല്ലാ ആംഗിളുകളും കാണാനാണ്. അതിൽ ആദ്യം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വളരെ എളുപ്പം ട്രയാങ്കിൾ OBC ആണ്. കാരണം എന്താ? നോക്കൂ, OC എന്ന് പറയുന്നതും OB എന്ന് പറയുന്നതും റേഡിയസുകളാണല്ലോ. ആ 2 റേഡിയസുകളും ഈക്വൽ അല്ലേ? അപ്പൊ എന്തായിരിക്കും ട്രയാങ്കിൾ OBC എന്ന് പറയുന്ന ട്രയാങ്കിൾ? പറയൂ. ഐസോസിലസ് ട്രയാങ്കിൾ ആയിരിക്കും. എന്താണ് ഐസോസിലസ് ട്രയാങ്കിളിന്റെ പ്രത്യേകത? എന്താണ് ഐസോസിലസ് ട്രയാങ്കിളിന്റെ പ്രത്യേകത? പറയൂ. അതിന്റെ ഈക്വൽ ആയ സൈഡിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിളുകൾ ഈക്വൽ ആയിരിക്കും. അപ്പൊ നോക്കൂ, അതിൽ ഒരു ആംഗിൾ 70 ഡിഗ്രിയാണ്. അപ്പൊ ബാക്കി വരുന്ന ആംഗിൾ OCB. നോക്കിക്കോളൂ. In triangle OBC, angle OCB, triangle ഈ angle OCB equal to angle OBC. ഈ angle OBC equal to 180-ൽ നിന്ന് പറയൂ 70 കുറച്ച് കിട്ടുന്നതിനെ ഈക്വൽ ആക്കിയാൽ മതിയല്ലോ. അപ്പോൾ 180 - 70 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. അപ്പോൾ 180-ൽ നിന്ന് 70 കുറച്ചാൽ എത്ര കിട്ടുക? 110 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു പറയൂ 55 ഡിഗ്രി. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അത് ചിത്രത്തിൽ ടീച്ചർ അടയാളപ്പെടുത്തുന്നില്ല, കാരണം നമുക്കിനി ട്രയാങ്കിൾ ABC-യുടെ ആൻസറും കൂടെ കണ്ടുപിടിക്കാനുണ്ട്. വളരെ എളുപ്പമാണ്. 8ാം ക്ലാസ്സിലത്തെ ആശയമാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. 8, 9 കൂടെ മിക്സ് ചെയ്തതാണ്. അപ്പോൾ ഈ ചോദ്യത്തിന്റെ പ്രത്യേകത എന്താ? 8-ലത്തെ ഐസോസിലസ് ട്രയാങ്കിള്, 9-ലത്തെ സർക്കിള്, 10-ലത്തെ സർക്കിളിന്റെ ബാക്കി 3 ക്ലാസ്സിലത്തെ കാര്യങ്ങളാണ് ഈ ചോദ്യത്തിൽ അവർ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇനി നോക്കൂ, ട്രയാങ്കിൾ ABC. ആ ട്രയാങ്കിൾ ABCയെ ടീച്ചറെ ഷെയ്ഡ് ചെയ്ത് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാവും. ഇതാണല്ലോ ട്രയാങ്കിൾ ABC. ഈ ട്രയാങ്കിൾ ABCയുടെ ഒരു ആംഗിൾ ഇതാ കണ്ടോ? ഇത് കണ്ടുപിടിക്കാൻ നമ്മുടെ കയ്യിൽ ആകുള്ളത് എന്താ? സെൻട്രൽ ആംഗിൾ തിയറാണ്. അപ്പൊ നോക്കൂ, ഈ ആംഗിൾ എവിടെ നിന്നാണ് ഉണ്ടാവുന്നത് എന്ന് ആദ്യം കണ്ടുപിടിക്കാം.
ഈ ആംഗിൾ ഉണ്ടാവുന്നത് ഈ രണ്ട് വരകൾ കൂട്ടിച്ചേർന്നിട്ടാണല്ലോ. ഈ രണ്ട് വരകളിന്റെ മുകളിൽ കൂടെ അങ്ങോട്ട് കൈ പോയി കഴിഞ്ഞാൽ അത് ചെന്ന് അവസാനിക്കുന്നത് ബിയിലും സിയിലും അല്ലേ. അപ്പൊ ഈ ആംഗിൾ ആരുടെ പ്രോപ്പർട്ടി, ആരുടെ സ്വന്തം പറയൂ? ബി സി എന്ന് പറഞ്ഞ ആർക്ക് കണ്ടോ നിങ്ങൾ? ഇതാ ബി സി. ആ ബിയിൽ നിന്നും സിയിൽ നിന്നും പുറപ്പെട്ട് എവിടേക്കാ അത് പോണത്? സെൻട്രലിലേക്കാണോ പോണത്? അല്ല, അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കുണ്ട്? ഒരു ഭീകരൻ അവിടെ കിടക്കുന്നുണ്ട് അല്ലേ? ആ ഓൾട്ടർനേറ്റ് ആർക്കിലുള്ള ഒരു പോയിന്റ് അല്ലേ എ. അപ്പൊ ആർക്ക് സി എ ബിയിലെത്തുന്ന ആംഗിൾ ആണ് ഈ ആംഗിൾ. അപ്പോൾ ഈ ബി സി എന്ന് പറഞ്ഞ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ എത്രയാണോ അതിന്റെ പകുതിയല്ലേ ഇത് വരിക. അപ്പൊ നമ്മുടെ വിരൽ വേണ്ടേ പരീക്ഷയ്ക്ക്? വിരലുണ്ട്, വിരൽ ഉപയോഗിച്ച് നമ്മൾ ചെയ്താൽ തന്നെ നമുക്ക് ഈ ആശയം കിട്ടുള്ളൂ. അപ്പോൾ ഇതിന്റെ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കണ്ടേ? നോക്കാം. ബി സി, ബി സിയിൽ നിന്ന് എങ്ങനെ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കുക? ആ രണ്ട് വരകൾ എവിടേക്ക് പോകുന്നു? സെൻട്രലിലേക്ക് പോകുന്നു. അത് എത്ര ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ട്? 70 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് 70 ഡിഗ്രി ഉണ്ടെങ്കിൽ ഇത് എത്ര ഡിഗ്രി പറയൂ? 35. എങ്ങനെ കിട്ടി പറയൂ? എങ്ങനെ? 70യുടെ പകുതി. അപ്പോ ഇൻ ട്രയാങ്കിൾ എ ബി സി ആംഗിൾ, ഇതിനെ ഒരു എ എന്ന് പറയാൻ പാടില്ല, കാരണം അവിടെ രണ്ട് ആംഗിളുകൾ വരുന്നുണ്ട്. ഈ ആംഗിളിനെ നമ്മൾ എന്താ പറയുക? ആംഗിൾ സി എ ബി. ആംഗിൾ സി എ ബി ഈക്വൽ ടു ഹാഫ് ഓഫ് ആംഗിൾ ബി ഒ സി ഈക്വൽ ടു 70 ഡിഗ്രി ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 35 ഡിഗ്രി. ക്ലിയർ ആയോ? ഓക്കെ. ഇനി അടുത്തത് നമുക്ക് ഈ ആംഗിൾ ബി, ആംഗിൾ ബി അല്ല, ആംഗിൾ എ ബി സി. നേരത്തെ ചെയ്തതുപോലെ തന്നെ നോക്കൂ, നമുക്ക് ഈ ആംഗിൾ അല്ലേ കണ്ടുപിടിക്കേണ്ടത്. ഈ ആംഗിളിന്റെ മുകളിൽ ഈ ആംഗിൾ ഉണ്ടായത് ഈ രണ്ട് വരകൾ ചേർന്നിട്ടാണല്ലോ. ഇങ്ങനെ വരുന്ന സമയത്ത് അതെവിടെയാണ് ചെന്ന് അവസാനിച്ചത്? എയിലും സിയിലും. കണ്ടോ? അപ്പൊ ഈ ആംഗിൾ ആരുടെ സ്വന്തം? ആർക്ക് എ സിയുടെ ആരാണ്? ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ്. എ സിയുടെ ഓൾട്ടർനേറ്റ് ആർക്ക് ഏതാ? ഇപ്പൊ എന്താണ് ആ ടേബിൾ എഴുതിയതിന്റെ കാര്യം എന്ന് മനസ്സിലായില്ലേ? ആർക്കും ഓൾട്ടർനേറ്റ് ആർക്കും കണ്ടുപിടിച്ചതിന്റെ ഗുണം എന്താന്ന് മനസ്സിലായല്ലോ. അപ്പൊ എ സി എന്ന് പറഞ്ഞ ആർക്കിന്റെ ഓൾട്ടർനേറ്റ് ആർക്കാണ്? ആർക്ക് എ ബി സി. കണ്ടോ? ആ ആർക്ക് എ ബി സിയിലുള്ള ആംഗിൾ ആണല്ലോ ആംഗിൾ എ ബി സി. അപ്പൊ ഇത് ആർക്ക് എ സിയുടെ സെൻട്രൽ ആംഗിളിന്റെ പകുതിയായിരിക്കും. അപ്പൊ എവിടെ ആർക്ക് എ സിയുടെ സെൻട്രൽ ആംഗിള്? ആർക്ക് എ സിയിൽ നിന്ന് രണ്ട് വരകൾ ഇതാ പുറപ്പെടുന്നു. എവിടെ എത്തി? ഓയിലെത്തി. ആ ഓയിലുള്ള ആംഗിൾ എത്ര ഡിഗ്രിയാ? 40 ഡിഗ്രി. അപ്പൊ ഇത് എത്ര ഉണ്ടാകും പറയൂ? 40യുടെ പകുതി. അപ്പൊ എത്ര ഡിഗ്രി ഉണ്ട്? 20 ഡിഗ്രി ഉണ്ടാവും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ആംഗിൾ പറയൂ എ ബി സി ഈക്വൽ ടു ഹാഫ് ഓഫ് ആംഗിൾ എ ഒ സി. അത് തിരിച്ചറിയാൻ നമുക്ക് സാധിച്ചാൽ നമുക്ക് പരീക്ഷയ്ക്ക് എളുപ്പമാകും. അതിനാണ് കൈ ഉപയോഗിച്ച് ചെയ്യണമെന്ന് പറയുന്നത്. ഈക്വൽ ടു 20 ഡിഗ്രി. ക്ലിയർ ആയല്ലോ? ഇനി നോക്കൂ, ഇനി അടുത്തത് നമുക്ക് ഈ ആംഗിൾ അല്ലേ കണ്ടുപിടിക്കേണ്ടത്. ആ ആംഗിൾ കണ്ടുപിടിക്കാൻ നമ്മൾ 6ാം ക്ലാസ്സിൽ പഠിച്ച തിയറിയേ വേണ്ടൂ. കാരണം ഒരു ട്രയാംഗിളത്തെ രണ്ട് ആംഗിൾ കണ്ടുപിടിച്ചാൽ മൂന്നാമത്തത് കണ്ടുപിടിക്കാൻ നമുക്ക് വേറെ ഒരു ആവശ്യമില്ല. ഇതിനെ നമുക്ക് ആംഗിൾ സി എന്ന് പറയാം. കാരണം ഈ രണ്ട് ആംഗിളുകളും കൂടെ കൂടിയതാണ് ഇത് ആംഗിൾ സി. ആംഗിൾ സി ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് പറയൂ 35 പ്ലസ് 20 ഈക്വൽ ടു 180 മൈനസ് 30 20 50 55 ഡിഗ്രി എന്ന് കിട്ടും. 180ൽ നിന്ന് 55 കുറച്ചാൽ എത്ര കിട്ടുക എന്ന് പറയൂ? ഉറക്കെ പറയൂ. 180 മൈനസ് 55 5 5 10 ബാക്കിയുള്ള 5 6 2 8 125. എത്ര ഡിഗ്രി കിട്ടുന്നു? 125 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടുന്നു. അപ്പോൾ ആ മറ്റ് രണ്ട് പ്രോബ്ലങ്ങളും ഇതേ രീതിയിൽ നിങ്ങളെ നോട്ടിലേക്ക് നിങ്ങൾ വലുതാക്കി വരച്ചെടുത്ത് അത് രണ്ടെണ്ണം ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഈ പ്രോബ്ലം നിങ്ങളുടെ നോട്ടിലേക്ക് എഴുതുക. കാരണം ആദ്യത്തെ രണ്ടെണ്ണം വളരെ സിമ്പിളാണ്, ഇത്ര ബുദ്ധിമുട്ട് നമുക്ക് അനുഭവപ്പെടില്ല. അതിനുശേഷം നിങ്ങൾ ഈ ചിത്രം കൂടെ നിങ്ങൾക്ക് ചെയ്താൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ?
ചിത്രം വരയ്ക്കുമ്പോൾ വളരെ നീറ്റായിട്ട് നിങ്ങൾ വരയ്ക്കണം. സർക്കിളൊക്കെ കട്ടി കൂട്ടി വരയ്ക്കരുത്. ഒറ്റ പ്രാവശ്യം പെൻസിൽ വളരെ ഷാർപ്പാക്കുക, എന്നിട്ട് ഒറ്റ പ്രാവശ്യം മാത്രം സർക്കിൾ വരച്ച് വളരെ നീറ്റായിട്ട് സർക്കിൾ എന്ന് പറഞ്ഞ പാഠഭാഗത്തിലത്തെ ചിത്രങ്ങൾ നിങ്ങൾ ചെയ്യുക. വളരെ എളുപ്പമാണ്. ഈ ഒരു ചോദ്യത്തിന് നമുക്കൊരു 3 മാർക്ക് 4 മാർക്കിൻ്റെ ചോദ്യമായിട്ട് നമുക്ക് വരുന്ന ചോദ്യങ്ങളാണ്. വളരെ എളുപ്പത്തിൽ മാർക്ക് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഭാഗമാണെന്നും കൂടി മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമല്ലോ. ശരി.